ഹായ് ഫ്രണ്ട്സ്, ഐറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സിയുടെ ജാറിൽ ഇതുപോലെ നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിലേക്ക് മസാല മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫിലേക്ക് നന്നായി പിടിച്ച രീതിയിൽ ഞാനിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, അത്യാവശ്യം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും, നന്നായി ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇനി ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1/2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 10 അല്ലി ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അതും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ മാറ്റി വെച്ചിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റുക. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ ഒരു സ്ക്വയർ പീസിൽ അരിഞ്ഞിട്ടുള്ളതാണ്. അതും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാല ചേർത്ത് കൊടുക്കാം. മസാലയുടെ അളവ് നോക്കുക, കാരണം നമ്മൾ ബീഫിലേക്ക് മസാല നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതുപോലെ മസാല ഉണ്ടാക്കാനായിട്ട്, പൊടി ഉണ്ടാക്കാനായിട്ട് ഞാനിതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അളവിൽ വേണ്ടിയിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ പൊടികളൊക്കെ നന്നായി അതിലേക്ക് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്